ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇന്ന് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ രൂപാന്തരീകരണ തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. നമ്മളൊക്കെ ദൈവ രാജ്യത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ നന്മകൾ ചെയ്യുക, അല്ലെ? ദൈവത്തിന്റെ ഒപ്പം എന്നും വസിക്കാനായിട്ട് നമുക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ ഇന്നത്തെ വചനത്തില് ഈശോ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ദൈവരാജ്യം എവിടെയാണ്? നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥലമല്ല, മറിച്ച് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങള് ദൈവരാജ്യമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയാണ് ദൈവരാജ്യമാക്കി മാറ്റാനായിട്ട് സാധിക്കുക? ദൈവം ഉണ്ടാവണം. എൻ്റെ കുടുംബത്തിൽ ദൈവമുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില്, എൻ്റെ ജോലി മേഖലകളില്, എൻ്റെ പഠന മേഖലകളില്, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തില് ദൈവമുണ്ടെങ്കിൽ അത് ദൈവരാജ്യമായിട്ട് മാറുക. ദൈവത്തിന് വേണ്ടി ഈ ദൈവം എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ വസിക്കണമെങ്കിൽ ഈ ദൈവത്തിന് വേണ്ടി കുറെ കാര്യങ്ങള് എൻ്റെ ജീവിതത്തില് ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. സന്തോഷത്തോടുകൂടി അവ ഉപേക്ഷിച്ചാല് എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുകയും ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ആയിരിക്കുകയും ചെയ്യും. ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ നിരാശപ്പെടരുത് എന്നോടെ ഇന്നത്തെ വചനത്തില് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലെ? എന്താണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്? ലോത്തിന്റെ ഭാര്യയെ ഓർക്കുന്നത്. ലോത്തിനോട് പറയുന്നത് എല്ലാം ഉപേക്ഷിച്ചു പോകാനായിട്ടാണ്. എല്ലാം ഉപേക്ഷിച്ചു പോയപ്പോഴും ലോത്തിന്റെ ഭാര്യയ്ക്ക് ഒരു വിഷമം. ഉപേക്ഷിച്ചതിലേക്ക് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി, ഉപ്പുതൂണായിട്ട് മാറി. അതുകൊണ്ട് നിന്റെ ജീവിതത്തില് ദൈവരാജ്യം നിന്റെ ഇടയിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിനു വേണ്ടി എല്ലാം സന്തോഷത്തോടുകൂടി ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഈ ഉപേക്ഷിച്ചതിലേക്ക് നോക്കി നിരാശപ്പെടുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവരുത്. ഉണ്ടായാൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും എനിക്കും സംഭവിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ദൈവമുണ്ടോ? എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ സന്തോഷം പങ്കുവെക്കാനായിട്ട് പറ്റും. എൻ്റെ ദൈവത്തെ കൊടുക്കാനായിട്ട് പറ്റും. ഈ ദൈവത്തെ കൊടുക്കുമ്പോൾ അവിടെയൊക്കെ എല്ലാവർക്കും ആനന്ദമായിരിക്കും, എല്ലാവർക്കും സമാധാനമായിരിക്കും, അവിടെയൊക്കെ ദൈവരാജ്യം ഉണ്ടാവും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഓരോ ക്രൈസ്തവനും ഈ ദൈവരാജ്യം പങ്കുവെക്കുന്നവനായിരിക്കണം. അവനായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിത മേഖലയിലും, എൻ്റെ കുടുംബത്തിലും, എൻ്റെ പഠന മേഖലയായിക്കൊള്ളട്ടെ, എൻ്റെ ജോലി മേഖലയായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ദൈവരാജ്യം സ്ഥാപിക്കുവാനായിട്ട്, ദൈവവുമായിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പുറപ്പെടുവാനായിട്ട്, ഉപേക്ഷിച്ചതിനെ ഓർത്ത് നിരാശപ്പെടാതെ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.